അപ്പോൾ ബാലേട്ടൻ കുറച്ച് പൂവ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് അത്തപ്പൂക്കൾ ഇടാം. ഇപ്പോൾ മുമ്പത്തെ അത്രയൊന്നും മേടിക്കണില്ല, വില കൂടുതലല്ലേ. അപ്പോൾ നേരത്തെ കൃഷ്ണൻ്റെ മാലൊരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഉതിർത്ത് വെക്കാം. നമസ്കാരം, സന്തോഷകൂടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ തിരുവോണത്തിന് ഒരു പൂക്കളം ഇടാനായിട്ട് എല്ലാ പ്രാവശ്യവും ഇടണ പോലെ തന്നെ, പക്ഷേ പൂക്കൾ കണ്ട കുറച്ചുള്ളു, അതനുസരിച്ച് നമുക്ക് ഇടാം. അപ്പോൾ അറിയാലോ എല്ലാവർക്കും, ഒന്നാതെ വയ്യാതൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇപ്പം ആഗ്രഹം അതുകൊണ്ടൊന്ന് ഇടാമെന്ന് വെച്ച്. അപ്പോൾ അമ്മച്ചി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ രണ്ടിൻ്റെ പുതിയ നൈറ്റിക്ക് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം ഇതിട്ടുണ്ട് ഒന്ന് വിചാരിക്കണ്ട. അപ്പോൾ ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പൂവ് എങ്ങനെ എടുക്കണം നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് മഞ്ഞപ്പൂവാണ്. മഞ്ഞപ്പൂ നമുക്ക് ഉതിർത്ത് വെക്കാം കേട്ടോ. അപ്പം അമ്മച്ചി മഞ്ഞപ്പൂ എടുക്കുന്ന നേരത്തിന് നമുക്ക് ഓറഞ്ച് പൂ എടുക്കാം കേട്ടോ. ഓറഞ്ച് പൂവ് ഇല്ല. അതേപോലെ തന്നെ ബ്ലാക്ക് നമുക്ക് വരാൻ പാടില്ല. ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്തപ്പൂക്കൾ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ബ്ലാക്ക് ഇതിൻ്റെ വിത്തുകളാണ് ബ്ലാക്ക് കളർ വരുന്നത്. ജമന്തിയുടെ വിത്താണ് അത്. വിത്ത് എല്ലാവർക്കും അറിയാമല്ലോ. വേണ്ട പൂവൊക്കെ നമുക്കിപ്പോൾ നല്ല ഫ്രഷ് ഒന്നും കിട്ടണില്ല. നമ്മൾ പണ്ടത്തെ എന്തോരം പൂക്കളാണ് കൊണ്ടുവന്നിരുന്നതെന്നറിയാമോ? ഇപ്പോൾ പൂക്കൾ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് പൂക്കളാക്കാൻ ശ്രമിച്ചേക്കണത്. കണ്ട, ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തരികൾ വരില്ല. അപ്പോൾ മഞ്ഞപ്പൂ വെട്ടിക്കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓറഞ്ച് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് പൂ പറിക്കണത്? ഈ പൂക്കളിനൊന്നും നടക്കൂല. ചെറുപ്പം മുതലേ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളിടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോവും, പറമ്പിലൊക്കെ അങ്ങോട്ട് നടക്കും. അന്ന് ഇവിടെ കൊച്ചിയിലൊക്കെ അധികം പറമ്പില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് നിന്നുള്ളതൊക്കെ എടുക്കും. പിന്നെ കുറച്ച് പൂവും കൂടെ മേടിക്കും. ഇപ്പം ഞാനിവിടെ വന്നിപ്പോൾ നമ്മുടെ പറമ്പിൽ നിറച്ച് പൂക്കള ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ കുറേ ജമന്തികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പയുണ്ട്. അങ്ങനെ കുറേ പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ വാങ്ങിക്കൊള്ളായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ ഒറ്റ പൂവില്ല. ചെമ്പരത്തി പോലും ഇപ്പം ഇല്ല. മഴയൊക്കെ കൊണ്ട് വെറുതെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അത്തപ്പൂ ചിത്തിരപ്പൂ തൃക്കാപ്പൂ ചൂടിവായോ, അന്നലിട്ട പൊന്നു ഞാലാടിപ്പാടാം തോഴിമാരെ, ആടിപ്പാടാം തോഴിമാരെ, അത്തപ്പൂ ചിത്തിരപ്പൂ തൃക്കാപ്പൂ ചൂടിവായോ. അങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട്. പണ്ടത്തെ പാട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഒന്ന് പാടിയതാണ്. അപ്പോൾ അതെ, നമ്മൾ ജമന്തി എടുത്തു കഴിഞ്ഞിട്ടാ. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകണം? നമ്മൾ വാടാർമുല്ല എടുക്കണം. വാടാർമുല്ല കണ്ട, വാടാർമുല്ലയൊക്കെ നമുക്ക് ഫ്രഷല്ല കേട്ടോ കിട്ടിയണം. കണ്ട, ഫ്രഷല്ല പ്രാവശ്യം കിട്ടിയേക്കണത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തരി മാത്രം ഇങ്ങനെ എടുക്കാം, പൂവിൻ്റെ തരി. ബാക്കി തണ്ടൊക്കെ കണ്ട നല്ലതല്ല. തണ്ടൊക്കെ നമുക്ക് കളയാം, പൂ മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വാടാർമുല്ല ഇങ്ങനെ എടുക്കണ സമയത്തേക്ക് നമുക്ക് കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലേ. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ അത്രയ്ക്ക് എന്നാലും പഴയതൊക്കെ മറന്നുപോയി വരികളൊക്കെ. എന്നാലും 4 വരി ഞങ്ങൾ പാടും. അപ്പോൾ അറിയാവുന്ന വരികളുള്ള പാട്ടുകൾ പാടാം. അത്തപ്പൂവിൻ്റെ ഒരു പാട്ട് പാടിയല്ല. അതിനടുത്ത് എന്താണ്? പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ കൊണ്ടു മൂടും പൊഞ്ചിനത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം, ഇന്നേ കൊയ്യാൻ നാളെ തെയ്യം, നാളെ ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ തിരുവോണപ്പാട്ട്. ലിറിക്സൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടാന്നാവും. പിന്നെന്താ, അത് തെറ്റുണ്ടാന്ന് നോക്കാം. പിന്നെന്താ, പിന്നെ അപ്പം ഇവിടെ ഇന്ന് ബാലേട്ടൻ എത്തിയിട്ടില്ല. ഇന്നത്തെ ഓണം നമുക്ക് പിള്ളേരില്ല. കിച്ചു ചെന്നൈയിൽ പോയേക്കണ്. മൂത്തവൻ പ്രോഗ്രാമുണ്ട്. ഇളയവനൊരു ട്രിപ്പ് പോയേക്കണം. ട്രിപ്പ് എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകാരായിട്ടുള്ള ഒരു ഓണാഘോഷം, അതിന് പോയേക്കണേ. എല്ലാവരും നൈറ്റ് എത്തുള്ളൂ. ഞാനും അമ്മച്ചി മാത്രം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെന്താ, ബാലൻ ഉച്ച കഴിഞ്ഞെത്തും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
ഇപ്രാവശ്യം ഓരോരുത്തരുടെ ഡ്യൂട്ടിക്ക് അവർ പോയേക്കണേണ്. അപ്പോൾ ഞങ്ങളുടെ ഓണം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടാടുകയും ചെയ്യണം. ഞാൻ വിചാരിച്ചല്ലോ കേട്ടാ കാലിനൊക്കെ സുഖമായി പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമെന്നുള്ളത് ഞാൻ ആലോചിച്ചതല്ല. പക്ഷേ ദൈവം എന്തോ കഴിഞ്ഞ് ഇപ്പം എനിക്ക് നടക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അതേ പൂക്കളിടാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്പം എല്ലാത്തിനും ഞാൻ ദൈവത്തിനോടും നമ്മുടെ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞാണ്. എനിക്ക് വേണ്ടി കുറേ ഫ്രണ്ട്സും എല്ലാവരും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംതൃപ്തി കൊണ്ടാണ് ഞാനിപ്പോൾ പുതിയൊരു ഇതുപോലെ ഞാൻ വന്നേക്കുന്നത്. എനിക്കൊരു ഷോക്ക് പോലെ ആയിപ്പോയി എൻ്റെ ആ വീഴ്ച. പിന്നെ ഇത്രയൊക്കെ ആയി. വെള്ളം കുടിക്കണം പോണ്ട്. ആ സിംബോ കിടന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ബഹളം വെക്കണേണ് കേട്ടാ. ആദ്യം നമുക്കിതേ വയലറ്റ് പോവിടാം. വയലറ്റ് പോകും കണ്ട വയലറ്റ് പോവിടാം. ഞങ്ങൾ വരച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വരക്കാതെ ഞങ്ങൾ ഇടണേണ്. അതേ പൂക്കളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പം അതുകൊണ്ട് വരച്ചിട്ട് ഇടാൻ പറ്റില്ല. മഞ്ഞിട്ടിട്ട് നമ്മളപ്പോൾ വയലറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നടുക്ക് ഇച്ചിരി മഞ്ഞപ്പൂ ഇടാം. കണ്ടോ മഞ്ഞയൊക്കെ നമുക്ക് കൂടുതലുണ്ട്. കണ്ട മഞ്ഞയും ഓറഞ്ചും കൂടുതലുണ്ട്. നമുക്ക് മഞ്ഞ നമുക്ക് നടുക്കിട്ട് കൊടുക്കാം. എന്താ ചെമ്പോ മഞ്ഞപ്പൂവേ കുഞ്ഞിനി പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും കിങ്ങിനി പൂവേ കൊന്നപ്പൂവേ കൊന്നപ്പൂവില്ല കേട്ടാ, കൊങ്ങിണിപ്പൂവില്ല പാട്ടാണത്. കൊന്നപ്പൂവേ കൊങ്ങിനി പൂവേ ഇന്നെന്നെ കണ്ടാലെന്ത് തോന്നും കിങ്ങിനി പൂവേ. ഇനി നമുക്കിതിന് ചുറ്റിനും ജമന്തിയുടെ വിത്തുകൾ നോക്കി. അടുത്തത് നമുക്ക് ഓറഞ്ച് ജമന്തി നമുക്കത് ഇട്ടിട്ട് ലാസ്റ്റ് ഫിനിഷിങ്ങിലാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ബാക്കി ഫ്ലവറൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഫിനിഷിങ്ങിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ. അപ്പോൾ നമുക്ക് പിന്നെ ഓണസദ്യയൊക്കെ കഴിക്കട്ടെ. അത് ബാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂക്കളം ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ അവസാനത്തെ പൂവ് എന്താണെന്നൊന്ന് പറയണം കേട്ടോ. പൂ തികഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് പൂവാണ് ഇട്ടേക്കണത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും.